നമസ്കാരം, എല്ലാ കുട്ടികൾക്കും പോക്കറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സവിശേഷമായ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു ഡാഷ് ക്യാം ആണ്. ഈ ഡാഷ് ക്യാം 70 ഒരു ഡാഷ് ക്യാം ആണ്. ഇതാണ് പ്രോഡക്റ്റ്. കുറച്ച് മുന്നേ വന്നതേ ഉള്ളൂ. ആമസോണിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ ആമസോണിൻ്റെ പാക്കിങ്ങോ ഒന്നുമില്ല. 70 തന്നെ ഒരു സാധാ പാക്കിങ് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വളരെ ശോകമായ ഒരു പാക്കിംഗ് ആണ് എന്ന് പറയാം. ഓക്കെ, ഈ ഡാഷ് ക്യാമിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം നമുക്ക് ഫ്രണ്ടും ബാക്കും ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതേ സമയത്ത് ഇതൊരു റിവേഴ്സ് ക്യാമറ ആയിട്ടും ഇത് വർക്ക് ചെയ്യും. അപ്പം എൻ്റെ വണ്ടിക്ക് റിവേഴ്സ് ക്യാമറ ഇല്ലായിരുന്നു. അപ്പോൾ അതൊരു പോരായ്മയായിരുന്നു. അപ്പോൾ അന്ന് മുതലേ നേരത്തെ മുതലേ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഒരു ഡാഷ് ക്യാം വേണമെന്നുള്ളത്. ഞാൻ വണ്ടി എടുക്കുന്നത് ശരിക്കും നമ്മുടെ ലോക്ക്ഡൗണിന് 2-3 വർഷം മുന്നേ, ലോക്ക്ഡൗണിന് ഒരാഴ്ച മുന്നെയാണ്. വണ്ടി എടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു 3-ാമത്തെ ദിവസമാണ് നമ്മുടെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കറക്റ്റ് ഏതാണ്ട് അതേ സമയത്താണ് ഇന്ത്യ ചൈന ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ആമസോണിലോ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റുകളിലൊന്നും നമുക്ക് ഡാഷ് ക്യാം ഒന്നും ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ അലി എക്സ്പ്രസ്സിൽ നിന്ന് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും തരക്കേടില്ലാത്ത ഫീച്ചറുകളൊക്കെ കണ്ട നല്ലൊരു പ്രോഡക്റ്റ് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തു. ഇതാണ് ഞാൻ ആദ്യം വാങ്ങിയ എൻ്റെ കാശ് കളഞ്ഞ ഒരു ഡാഷ് ക്യാം, എൻ്റെ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ്. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ സൈറ്റൊക്കെ ഓപ്പൺ ആയി ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ സൈറ്റിൽ വരാൻ തുടങ്ങിയതിന് ശേഷം അന്ന് മുതലേ നോക്കി ആഗ്രഹിച്ച ഒരു സാധനമാണ് ഈ 70 ഒരു ഡാഷ് ക്യാം. 70 ഒരുപാട് ടൈപ്പ് ഡാഷ് ക്യാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് എടുക്കുമ്പോൾ ഈ പ്രൊഡക്റ്റിന് 1 വർഷത്തെ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആമസോണിൽ നിന്ന് ആയതുകൊണ്ട് നമുക്ക് 10 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ 70 ഡാഷ് ക്യാം. ഇത് നമ്മുടെ USB ചാർജിങ് സോക്കറ്റ് ആട്ടോ. അപ്പോൾ ഈ ചാർജിങ് സോക്കറ്റിൽ ആണ് ഇതിൻ്റെ പവർ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ വയർ സിസ്റ്റമാണ് ഇപ്പോൾ ഈ കൂടെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ 2 സാധനങ്ങളും നമ്മുടെ ക്യാമറയുടെ റിയർ വ്യൂ മിററിലാണല്ലോ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്താൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. പിന്നെ ഇത് കേബിൾ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് പാനലിൻ്റെ അകത്തോട് വേണം ഈ വയറിങ് കണക്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് പാനൽ ഊരണമെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഒരു ബ്ലേഡാണിത്. ഇതാണ് അതിൻ്റെ റിവേഴ്സ് ക്യാമറ വന്നിരിക്കുന്നത്. ഇത് IRVM വരുമ്പോൾ നമ്മുടെ IRVMൻ്റെ ഫ്രണ്ടിൽ ഇത് കണക്ട് ചെയ്യും. അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റബ്ബറിൻ്റെ 2 സ്ട്രാപ്പാണ്. ഈ സ്ട്രാപ്പ് കയറ്റിയിടും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ IRVM വന്നോളൂ. അപ്പോൾ ഈ ഡാഷ് ക്യാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അത് ജോബി എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത സുഹൃത്താണ്. പുള്ളി ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാം. അല്ല, നമുക്ക് തന്നെ ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. പക്ഷേ റെഗുലറായിട്ട് ഒരാൾ ചെയ്യുന്ന അത്ര ഒരു പെർഫെക്ഷനോ അല്ലെങ്കിൽ ഒന്നും തീർച്ചയായിട്ടും നമുക്കത് എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. കാരണം വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ എന്താണേലും അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആക്സസറി ഷോപ്പിലോ അല്ലെങ്കിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെ അടുത്തോ പോയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല വെയിറ്റും ഉണ്ട്. IP65 അങ്ങാണ്ട് റേറ്റിംഗ് ആണ് പറയുന്നതെന്ന് തോന്നുന്നു. എന്താണേലും നല്ല അടിപൊളി സാധനമാണ്. ഇതിന്റെ വയറിങ് എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഒരു കണക്ഷൻ നമ്മൾ ഈ ടൈൽ ലാമ്പിൽ നിന്ന് നമ്മളൊരു കണക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പാനലിന്റെ അകത്തോടെയാണ് ഈ കണക്ഷൻ പോയിരിക്കുക. ഇതിന്റെ അടിയിൽ കൂടെയാണ് പോയിരിക്കുക. ഇവിടെ ഒന്നും നമുക്കിത് കാണാനില്ല. ആക്കിയൊരു ഡ്രോബാക്ക് പറയാനായിട്ട് ഇതാണ് ഇതിൻ്റെ ഡ്രോബാക്ക്. ഈ കേബിൾ ഇവിടം വരെ ഓക്കെയാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് വിസിബിളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയ ചാർജർ ഞാൻ ഊരി വെച്ചു.
കാരണം അതിൽ സിംഗിൾ കണക്ഷൻ പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ വേറെ നേരത്തെ വാങ്ങിച്ച എൻ്റെ മൊബൈൽ ഫോൺ ചാർജറാണ്. അപ്പോൾ അതിൽ 2 കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കേബിൾ അതിൻ്റെ അകത്ത് കൊടുത്തു. പിള്ളേർ ആരെങ്കിലുമൊക്കെ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതേ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അല്ല, ഈ റിയർ വ്യൂ മിററിന് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇതിൽ ഈ വണ്ടിയിലുണ്ടായിരുന്ന മിററിന് എനിക്ക് തോന്നുന്നു ഒരു 7 ഇഞ്ച് കണ്ട ഇതിന്റെ മിററിന് വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇത് 10 ഇഞ്ചാണ് ഈ ഡാഷ് ക്യാമിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ 10 ഇഞ്ച് ആണെങ്കിൽ പോലും ഇത് വളരെ സഫീഷ്യന്റ് ആണ്. കാരണം 7 ഇഞ്ചിൽ എനിക്ക് ബാക്കിലെ കാഴ്ചകളൊന്നും എനിക്ക് കാണാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. നിലവിലെ ഈ റിയർ വ്യൂ മിററിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ക്യാമറ കറക്റ്റായിട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അന്നേരം ഇത് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സ്ലൈഡ് ചെയ്താണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ക്യാമറ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് നമുക്ക് പൊക്കുകയോ താത്തുകയോ നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. റബ്ബറിന്റെ ഒരു സ്ട്രിപ്പേലാണ് ഈ റിയർ വ്യൂ മിററിൽ ഇത് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഇത് നമുക്ക് ഇതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. നമ്മുടെ പോർച്ചിലാണ് വണ്ടി ഇപ്പോൾ കിടക്കുക. ഇത് നമ്മുടെ വണ്ടിയുടെ പിൻഭാഗത്തുള്ള കാഴ്ചകളാണ്. ഇവിടെ ഇച്ചിരി നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട്. അത് നമുക്ക് ഇത് തന്നെയാണോ നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ അകത്ത് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വണ്ടി ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കുവാണ്. വണ്ടി ഓണായി. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഷൗമൈ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ വേക്കപ്പായി സംഭവം റെക്കോർഡിങ് തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ ഗിയർ ഒന്ന് റിവേഴ്സ് മോഡിലേക്ക് ഇട്ട് നോക്കാം. അപ്പം തന്നെ റിവേഴ്സിലെ വീഡിയോയും വന്നു. നല്ല ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിലാണ്. ഇപ്പം ഞാൻ വാഹനം ഓഫ് ചെയ്തു. അപ്പം തന്നെ ഷട്ട് ഡൗൺ ആയി. ഈ ഡാഷ് ക്യാമിൽ നിന്നുള്ള ഫുട്ടേജുകൾ നമുക്ക് ഒരു ആപ്പ് വഴിയായിട്ട് വൈഫൈ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ആപ്പ് വഴിയായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മൾ ഏത് നേരവും അതിൻ്റെ മെമ്മറി കാർഡൊന്നും ഊരി അതിലെ ഡേറ്റ നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളിംഗ് ഒക്കെ കഴിഞ്ഞു. സംഭവം എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അത്രയ്ക്ക് നല്ല ക്ലാരിറ്റിയാണ്. അത് ബാക്കിലെ ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും. ഇതൊരു സ്റ്റാൻഡേർഡ് സാധനമാണ് 70 എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ. അപ്പോൾ ഇത് ഷവോമിയുടെ തന്നെയാണ്. കാരണം അവരുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഷവോമിയുടെ കൊളാബറേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിന്റെ വോയിസ് മെസ്സേജ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഷവോമി എന്ന് പറഞ്ഞാണ് വോയിസ് മെസ്സേജ് ഒക്കെ നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഡാഷ് ക്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടിയിൽ നമ്മളെല്ലാ സേഫ്റ്റി ആയിട്ട് നമ്മൾ പോകുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളൊരു 2 വീലേഴ്സ് നമ്മൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നത് പോലെയൊക്കെ തന്നെ നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ ഡാഷ് ക്യാം എന്ന് ഞാൻ പറയും. ഇന്ന് റോഡിൽ വളരെ മോശം രീതിയിലാണ് ആൾക്കാർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എത്ര നന്നായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഇങ്ങോട്ട് വന്ന് കയറുള്ളൂ. അപ്പം നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു തെളിവെന്ന് പറയാൻ ഈ ഒരു ഡാഷ് ക്യാം അല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. അപ്പൊ ഇതിപ്പോ ഞാൻ ഷവോമിയുടെ സാധനം വാങ്ങിച്ചത്. പക്ഷെ ഇതല്ലാതെ ഇഷ്ടംപോലെ പല കമ്പനികളുടെ ഡാഷ് ക്യാം ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ വാങ്ങിച്ചിരിക്കുന്നത് ഒരു റിയർ വ്യൂ മിററിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് വൈഡ് ആയിട്ടുള്ള ഒരു ഡാഷ് ക്യാം ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വണ്ടിയിൽ റിവേഴ്സ് ക്യാമറ ഇല്ല. അപ്പൊ എനിക്ക് ഒരേ സമയത്ത് റിവേഴ്സ് ക്യാമറ വേണം താനും ഡാഷ് ക്യാമറയുടെ പർപ്പസും എനിക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ മോഡൽ വാങ്ങിച്ചത്. ഇപ്പൊ ഇതിന്റെ ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ ഫുൾ യൂണിറ്റ് മാറ്റിയിട്ട് അവിടെ റിവേഴ്സ് ക്യാമറയും അതുപോലുള്ള ഒരു ഫുൾ സെറ്റ് യൂണിറ്റ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ യൂണിറ്റ് മാറ്റാൻ ഒട്ടും തയ്യാറല്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇത് BS6 2020 മോഡൽ ഫോർഡിന്റെ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് മോഡൽ എന്ന് വേണം പറയാം. ഇതിന്റെ മുകളിൽ ഒരു മോഡലും കൂടെ ഉണ്ട്, ബ്ലൂ എന്ന് പറഞ്ഞ മോഡലുണ്ട്. പക്ഷെ ഇതിന്റെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് നൽകുന്ന ഒരു ക്ലാരിറ്റി എന്നാ രസമാണെന്നറിയോ. കാരണം ഭയങ്കര ക്ലാരിറ്റിയാണ്, ഭയങ്കര ക്വാളിറ്റിയാണ്, സൗണ്ടിന് ക്വാളിറ്റിയാണ്. ചുമ്മാ നമ്മൾ വോളിയം കൂട്ടി വെച്ച് ചുമ്മാ ഒരു ഒച്ച ഉണ്ടാക്കുന്നതിലല്ല. ഇത് എത്ര ഫുൾ വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ക്ലാരിറ്റി ഭയങ്കരമാണ്. നല്ല ബാസ് ഉണ്ട്. നമ്മൾ കേട്ടിരിക്കുന്നത് ടിയാഗോയുടെ അല്ലെങ്കിൽ ടാറ്റയുടെ സൗണ്ട് സിസ്റ്റം, മറ്റേ നെക്സോണിന്റെ സൗണ്ട് സിസ്റ്റം, ഹാർമാൻ കാർട്ടൺ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരുപാട് പുകഴ്ത്തിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന്റെ സൗണ്ട് സിസ്റ്റം നല്ലതൊക്കെയാണ്. ഇതിന്റെ സൗണ്ട് സിസ്റ്റം അതും ഒക്കെ ആയിട്ട് വെച്ച് നോക്കി കഴിയുമ്പോൾ അതിന്റെ സൗണ്ട് സിസ്റ്റം ഒന്നും അല്ല എന്ന് വേണം പറയാം. കാരണം ഇതിന്റെ അകത്ത് ഇട്ട അതേ പാട്ട് തന്നെ ഞാൻ നെക്സോണിന്റെ അകത്തും അൾട്രോസിന്റെ അകത്തൊക്കെ വെച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഫോർഡിന്റെ ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് നൽകുന്ന ഒരു ക്വാളിറ്റി അതിന്റെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നെക്സോണിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനാകെ 4 സ്പീക്കറേ ഉള്ളൂ. നെക്സോണിന് പക്ഷെ അഡീഷണൽ ആയിട്ട് 2 ട്യൂട്ടറും കൂടെ വരുന്നുണ്ട്. ഇതിന് ട്യൂട്ടറും ഇല്ല, ഒന്നുമില്ല. വെറും 4 സ്പീക്കറിലാണ് കിടന്ന് കളിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും കൂടെ നെക്സോണിനെ കഴിഞ്ഞും ബെറ്റർ സൗണ്ടാണ് എനിക്ക്, ബെറ്റർ ക്വാളിറ്റി ഉള്ള സൗണ്ടാണ് എനിക്ക് ഇതിന്റെ അകത്ത് ഫീൽ ചെയ്ത്. ഇതിനെ കഴിഞ്ഞും മികച്ച സൗണ്ടായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ഫോർഡിന്റെ എക്കസ്പോർട്ടിന്റെ സൗണ്ടാണ്. ശരിക്കും അതിന്റെ ഒന്നും അയലത്ത് പോലും ഈ നെക്സോണിന്റെ സൗണ്ട് ഒന്നും വരികയല്ലെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ആ സെയിം പാട്ട് തന്നെ
നമ്മൾ പല സെറ്റിൽ പല വണ്ടിയിൽ നമ്മൾ വെച്ച് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ യൂണിറ്റ് ഇതിന്റെ സൗണ്ട് സിസ്റ്റം മാറ്റാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിർത്തിക്കൊണ്ട് എനിക്ക് ഈ പറഞ്ഞ റിവേഴ്സ് ക്യാമറയും വേണം, ഡാഷ് ക്യാമറയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ മോഡൽ വാങ്ങിച്ചത്. ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട്, അതായത് ഈ പർട്ടിക്കുലർ മോഡലിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കണക്ഷൻ പോയിരിക്കുന്നത് ചാർജിങ് യൂണിറ്റിലാണ്, USB ചാർജിങ് യൂണിറ്റിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണക്ഷൻ ഇവിടുന്ന് ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഈ പുറത്ത് വരുമ്പോഴത്തേക്കും ഇത് വിസിബിൾ ആണ് ഇതിന് വയർ. അപ്പോൾ നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹാർഡ്വെയർ കിറ്റായിരുന്നു. അപ്പോൾ അത് ഫ്യൂസ് എന്നാണ് അതിന്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ അത് ഫുള്ള് ഈ പാനലിനകത്തൂടെ കണക്ഷൻ പോകും. ഈ ടോപ്പിൽ മാത്രമേ ഈ വയർ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അന്നേരം അതിന് ഉള്ള വേറെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വണ്ടി ഫുള്ള് ഓഫ് ആണെങ്കിലും ഇന്റേണൽ ഫ്യൂസ് ബോക്സിന്റെ അകത്ത് 1 or 2 ഫ്യൂസ് എഞ്ചിൻ ബേക്കകത്തുള്ള ബാറ്ററിന്ന് അല്ലെങ്കിൽ ആ ഫ്യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതായത് വണ്ടി ഫുള്ള് ഓഫ് ആണെങ്കിലും വണ്ടിക്കകത്തുള്ള 1-2 ഫ്യൂസിൽ പവർ ഉണ്ടായിരിക്കും. ആ പവറിൽ നിന്നായിരുന്നു മറ്റേ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡാഷ് ക്യാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതായത് അതിൻ്റെ അകത്തൊരു പാർക്കിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് വണ്ടി ഫുള്ള് ഓഫ് ആണെങ്കിൽ പോലും വേറെ വണ്ടി ഒന്ന് ഇടിക്കുകയോ തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വേക്കപ്പ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോവിഡിന്റെ സമയത്തുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ വണ്ടിയൊന്നും പുറത്തേക്ക് ഞാൻ എടുക്കുന്നില്ലായിരുന്നു. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ഡ്രെയിൻ ആയിപ്പോയി. അപ്പോൾ ആദ്യമൊന്നും എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് ഹാർഡ്വെയർ കിറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ബാറ്ററി ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. അത് 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ വണ്ടി ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി ഡ്രെയിൻ ആയിപ്പോകും. കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ പവർ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ അകത്തൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്റ്റേണൽ പവർ ആണ്. എക്സ്റ്റേണൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് നമ്മുടെ USB ചാർജറിൽ നിന്നാണ് ഇതിന്റെ പവർ പോവുക. അപ്പോൾ അതുകൊണ്ട് വണ്ടി സ്വാഭാവികമായിട്ട് ഓഫ് ആണെങ്കിൽ പിന്നെ വേറൊരു കണക്ഷൻ എടുക്കത്തില്ല. പക്ഷെ അന്നേരം പാർക്കിംഗ് ഫംഗ്ഷൻ ഇല്ല. ഈ വയർ വിസിബിൾ ആണ് എന്നുള്ളത് ഇതിന്റെ ഡ്രോബാക്ക് ആയിട്ട് പറയാം. പിന്നെ ഞാൻ ഇത് സെലക്ട് ചെയ്തത് ഇതിന്റെ ബട്ടൺസ് ഫിസിക്കൽ ബട്ടൺസ് ആണ്. ഇത് ടച്ച് സിസ്റ്റം അല്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. DDPAI അല്ലെങ്കിൽ മോള എന്ന് പറയുന്ന പ്രോഡക്റ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ ടച്ച് സിസ്റ്റം ആണ്. പിന്നെ ഇത് നമ്മൾ ഈ റിയർ വ്യൂ മിററിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടിയൊക്കെ നല്ല വെയിലുള്ള കണ്ടീഷനിൽ നമ്മൾ പുറത്തേക്കൊക്കെ ഓടുമ്പോൾ ഗ്ലെയർ അടിക്കും. വണ്ടി നമ്മൾ റിവേഴ്സ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാലും ഗ്ലെയർ അടിക്കുന്നത് കൊണ്ട് നമ്മുടെ കാഴ്ചേനെ അത് അത്ര ക്ലിയർ ആവാൻ സാധ്യത കുറവാണ്. പിന്നെ അതുപോലെ ബാക്കിൽ നിന്ന് വണ്ടിയുടെ വെട്ടം അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്ലെയർ അടിക്കാൻ സാധ്യത. അന്നേരം ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിയർ വ്യൂ മിറർ നേരെ മുകളിലേക്ക് പൊക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിരിക്കും. കാരണം ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്ലെയർ അടിക്കുന്നില്ല അതുകൊണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു ഡ്രോബാക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു മെമ്മറി കാർഡ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു 64 GB കണ്ടാണ് കാർഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് ലൂപ്പ് സിസ്റ്റത്തിലാണ് റെക്കോർഡിംഗ് നടക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡിംഗ് 1 മിനിറ്റ് ആണ് നിലവിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റെക്കോർഡിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ 64 GB കഴിഞ്ഞ് കഴിഞ്ഞാലും ഏറ്റവും ലാസ്റ്റ് ഇട്ട ഫയൽ ഇതിന്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ ആദ്യം ഇട്ടിരിക്കുന്ന ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിപ്പോകും. പുറകെ ബാക്കി റെക്കോർഡ് ചെയ്യുന്ന ഫയൽസ് ഇതിന്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇതിന്റെ അകത്തുള്ളത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 13,500 രൂപയ്ക്കാണ് ഇപ്പൊ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ആമസോണിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രോഡക്റ്റിന്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അത് വേണമെങ്കിൽ ചെക്ക് ചെയ്തോളുക. ഇത്രയൊക്കെയാണ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ നിന്ന് എടുത്ത 2-3 വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. നല്ല ക്ലാരിറ്റിയാണ്. കാഴ്ചയിൽ ഇച്ചിരി സാച്ചുറേഷൻ കുറവുണ്ട്, അല്ലാതെ വേറൊന്നും പറയാനില്ല. നല്ല ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റിയാണ്. ഫ്രണ്ട് ക്യാമറയുടെയും ബാക്ക് ക്യാമറയുടെയും വിഷ്വൽസ് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി പോക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇതാണ് ഫുള്ള് നൈറ്റ് മോഡിലുള്ളത്. നമ്മൾ വണ്ടിയുടെ ലൈറ്റ് നമ്മൾ ഇട്ടിട്ടില്ല. വണ്ടിയുടെ ലൈറ്റ് ഇടാതെ ഫുള്ള് നൈറ്റിൽ കാണുന്നൊരു വ്യൂ ആണ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂവും പിന്നെ ഇത് റിവേഴ്സ് ഇടുമ്പോൾ കാണുന്ന ഒരു വ്യൂവും. സംഭവം ഒറ്റ ലൈറ്റ് പോലും ഇല്ലെന്നിട്ട് പോലും കൂടെ നല്ല ക്ലാരിറ്റിയാണ്.